പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഗമന കാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയ നോമ്പ് കാലഘട്ടമാണിത്. ചെറിയ നോമ്പ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരണത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥിതിയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചനം വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത്, അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയണത്, നീ എവിടെ നിന്ന് അതപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക.